പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് നല്ലവനായിരുന്നു, കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ നമുക്ക് മതിയായവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, കർത്താവ് പുലർത്തുന്ന ഒന്നും പട്ടിണി കിടന്ന് ജാകത്തില്ല. ഹല്ലേലൂയ. കാട്ടിലെ ആയിരം മൃഗങ്ങൾ, കടലിലെ തിമിംഗലമടക്കമുള്ള മത്സ്യങ്ങൾ, വാനിലെ പറവകൾ, ഇതൊന്നും പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. കാരണം ഇതിനെ പോറ്റുന്നത്, ഇതിനെ പുലർത്തുന്നത് കർത്താവാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ നോക്കി കർത്താവിൽ ആശ്രയിച്ച് നമ്മളങ്ങ് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ പരിപാലനം നിൻ്റെ മേൽ മുദ്രയായി വീണ് കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ നിമിഷം മുതൽ പിന്നെ കർത്താവ് എന്നെ പുലർത്തുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കുഴപ്പം എന്നറിയാമോ? പലപ്പോഴും നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങളനുസരിച്ചാണ്. പ്രൈസ് ഗോഡ്. സാഹചര്യമൊക്കെ അനുകൂലമാണെങ്കിൽ ഭയങ്കര സന്തോഷം. പ്രൈസ് ഗോഡ്. സാഹചര്യം പ്രതികൂലമായാൽ സന്തോഷവും പോയി, പാട്ടും പോയി, കയ്യടിയും പോയി, പിന്നെ സവാള ചാക്ക് പോലെ അങ്ങ് ഇരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ ഉണ്ട്. എന്നാൽ ആ പ്രശ്നത്തിലും സന്തോഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്ന എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം എൻ്റെ നേരെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിൽക്കുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഇത് കണ്ടാൽ എൻ്റെ മനസ്സ് മടുക്കും. നിങ്ങൾ ഓരോരുത്തരും ഓരോ, ഞാൻ ഒരു ഉദാഹരണം പറയാട്ടോ, നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രശ്നമാണെന്ന് വിചാരിക്കും. ആരും പ്രശ്നമല്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുക, നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രശ്നമാണെന്ന് വിചാരിക്കുക. ആമേൻ. ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് സന്തോഷം വരുമോ? ഇങ്ങോട്ട് നോക്കിയാൽ വരുമോ? നടുക്കോട്ട് നോക്കിയാൽ വരുമോ? അങ്ങോട്ട് നോക്കിയാൽ വരുമോ? പുറകോട്ട് നോക്കിയാൽ വരുമോ? ഇവിടെ എങ്ങോട്ട് നോക്കിയാലും എന്ത് വരത്തില്ല? സന്തോഷം വരത്തില്ല. എല്ലാം പ്രശ്നമാണ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, വലിപ്പക്കുറവ് കൂടുതലുണ്ടായിരിക്കും, എല്ലാം പ്രശ്നമാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, ഞാനൊരു കാര്യം ചെയ്ത് തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പീക്കർ, ഈ ഒരു സ്പീക്കർ എൻ്റെ മുമ്പിൽ വെച്ച് നിൽക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് സ്പീക്കറിനേക്കാൾ കുറച്ചുകൂടെ നല്ല എനിക്കൊരു മനുഷ്യനായിരിക്കും തോന്നുന്നു. ബെൻസനൊന്നും എഴുതിട്ട് വേണം, ഇച്ചിരി വണ്ണം വേണം. അതാ പെട്ടെന്ന് വാ. പക്ഷെ കാല് തെന്നി വീഴരുത്. സോറി, ഇവിടെ നിന്ന്. ഓക്കെ. ഇപ്പം നിങ്ങൾ ഇത്രയും പ്രശ്നമാണെന്ന് വിചാരിക്കുക, ആയിരക്കണക്കിന് പ്രശ്നം. എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവന് ഒരു പ്രശ്നവുമില്ല വരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ബെൻസനെ പിടിച്ച് മുമ്പിൽ നിർത്തിയതുപോലെ എനിക്ക് നിനക്ക് നിർത്താൻ ഒരാളുണ്ട്. ആരാത്? യേശു. യേശുവിനെ മുമ്പിൽ നിർത്തിയ ആമേൻ. ഞാന് ആരൊക്കെ എവിടൊക്കെ തലകുത്തി മറിഞ്ഞാലും, നിങ്ങൾ ഇനി എവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാലും അത് ഞാൻ കാണത്തില്ല. ഞാൻ ഒരാളെ മാത്രം കാണും, എൻ്റെ യേശുവിനെ കാണാൻ എനിക്ക് ഇടയായാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. അവനൊന്ന് കരം നീട്ടിയാൽ മതി. കാറ്റേ അടങ്ങ്, കടലേ അടങ്ങ്, ശാന്തമാക്. അവനൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇന്ന് പകൽ യേശുവിനെ മുമ്പിൽ നിർത്തുന്നവരുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കത്തക്ക വേണം, നിനക്ക് മനസ്സിലാക്കത്തക്ക വേണം, ദൂതന്മാർക്ക് മനസ്സിലാക്കത്തക്ക വേണം. യേശുവിന്റെ നാമത്തിൽ ഒരു ആരാധന ഉയരട്ടെ. ആമേൻ. പ്രശ്നം ഒത്തിരിയാ, പക്ഷെ പ്രശ്നത്തെക്കാൾ വലിയൊരുവൻ കൂടെയുണ്ട്. ഇതാണ് നമ്മെ
ദൈവത്തെ ആരാധിക്കാൻ പ്രാപ്തരാക്കുന്നത്. നിങ്ങൾ എനിക്ക് പ്രശ്നമില്ലെന്ന് വിചാരിച്ചേക്കുന്നത് എല്ലാവരും. എല്ലാം 100 കൂട്ടം പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നമാണ്, എന്നും പ്രശ്നമാണ്. പ്രൈസ് ഗോഡ്. അതിനകത്ത് ഹല്ലേലൂയ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നറിയാമോ? എന്തൊക്കെ പ്രശ്നമുണ്ട്? നിങ്ങൾ പറയും ഞങ്ങൾക്കുള്ള പ്രശ്നം പാസ്റ്റർക്കില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾക്കുള്ള പ്രശ്നം പാസ്റ്റർക്കില്ലല്ലോ. എന്തുവാ ഞങ്ങൾക്കുള്ള പ്രശ്നം? പാസ്റ്റർക്കില്ലാത്ത പ്രശ്നം എന്തുവാ? നിങ്ങൾക്കുള്ളതും പാസ്റ്റർക്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്നാ? ഞങ്ങൾക്ക് പെൺമക്കളുണ്ട്, പാസ്റ്റർക്ക് പെൺമക്കളില്ലെന്നാണോ? ശരിയാ, ഞാൻ സമ്മതിച്ചു. ആ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു. ഞങ്ങൾക്ക് പെൺമക്കളില്ല, നിങ്ങൾക്ക് പെൺമക്കളുണ്ട്. സോ വാട്ട്? അതങ്ങ് വിടുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പലരും ധരിക്കുന്നതെന്നറിയാമോ? ഞങ്ങൾക്കുള്ള പ്രശ്നം പാസ്റ്റർക്കില്ല. ഒരു പ്രശ്നം ഞാൻ പറയാം. സാധാരണ ആൾ പറയുന്നത് കാശിൻ്റെ, സാമ്പത്തികം. പാസ്റ്റർക്ക് 2 മക്കൾ, ഫോറിനിൽ 2 കാറ്, വലിയ വീട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ത് വിധത്തിൽ നോക്കിയാലും പ്രൈസ് ഗോഡ്. ഇന്നലെ ദേവദാസന്മാർ ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തുള്ളൊരു സഭയിൽ അവിടുത്തെ വളരെ ഉന്നതമായ ഒരു അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവർ പറഞ്ഞു, ഫേസിറ്റിയുടെ സമ്പത്ത് മുഴുവനും കൈയടക്കിക്കൊണ്ട് PRV അങ്ങനെ വാഴുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നല്ല കാര്യം, ഞാൻ സമ്പന്നനാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കൂടെ അത് പറയാൻ തുടങ്ങിയാലോ? പോട്ടെ. പ്രൈസ് ഗോഡ്. എനിക്ക് സാമ്പത്തിക വിഷമം, കഞ്ഞി കുടിക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രയാസമില്ല, സമ്മതിച്ചു. ഭക്ഷണ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രയാസമില്ല, സമ്മതിച്ചു. മക്കളെ കെട്ടിക്കാനില്ല, സമ്മതിച്ചു. പ്രൈസ് ഗോഡ്. പിന്നെ എനിക്കെൻ്റെ സാമ്പത്തിക വിഷയം നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷേ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക പോകുന്നതിന് മുമ്പേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഈ സീലിംഗ് വർക്ക് ഒരു ടീം വർക്കാണെന്നറിയാമല്ലോ. ഈ ടീം വർക്കിലുള്ളവരെല്ലാം ഇപ്പം എന്തെങ്കിലും മാറ്റി വെക്കോ വരുന്നു, ഇവിടെ വരുന്നു വെക്കോ കേട്ടോ. ഇവിടെ ശബ്ദം കംഫർട്ടബിളാണോ? ഇന്ന് രാവിലെ തൊട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. ശബ്ദം കേൾക്കാത്തവരൊന്ന്, തിരിയാത്തവരൊന്ന് കൈവയ്ക്കേ. റോബർട്ട് ഒന്ന് നോക്കിയത്. റോബർട്ട് പോയോ? ആ റോബർട്ടെ ഒന്ന് നോക്കി. എനിക്കൊന്ന് ട്രിബിൾ മാത്രം കയറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. നോക്ക്, ബേസ് കുറച്ചിട്ട്. മോണിറ്റർ കട്ട് ചെയ്യുക മാത്രം, അങ്ങോട്ടുള്ള മാത്രം മതി. മോണിറ്റർ ഇവിടെ പ്രശ്നം ഒരെണ്ണം മാത്രം മതി. ഓർക്കസ്ട്ര സമയത്ത് മോണിറ്റർ ഇട്ടാൽ മതി. എന്നിട്ട് നോക്കിയാൽ ശരിയാണെന്ന് നോക്കി, അല്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. മോണിറ്റർ കുറയ്ക്കുക, കട്ട് ചെയ്യണം. മോണിറ്റർ കുറയ്ക്കുക. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇപ്പം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് കൈവയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ബെറ്റർ ആയെങ്കിൽ ഓക്കെ. ഇനി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. എവിടെയെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കൈവയ്ക്കുക. റോബർട്ട് അങ്ങോട്ട് നോക്ക്. റോബർട്ട് എന്നെ നോക്കണ്ട. ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? ആ ഓക്കെ. അതവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇച്ചിരി കൂട്ടിക്ക്, ഏതെങ്കിലും ഒരു മോണിറ്റർ കൂട്ടിക്കൂടെ. നിങ്ങൾ പറ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ഗോഡ്. ഈ മോണിറ്റർ കേൾക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ശരിയാവുന്നുണ്ടോ? എല്ലാം കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പറ. ഓക്കെ. അത് മനസ്സിലാകാത്ത കൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ അവിടുത്തെ ബാസും ട്രിബിളും കട്ട് ചെയ്യുക. അതിൽ ട്രിബിൾ കൂട്ടുന്നു. എന്തോ ബാസില്ല. ഇവിടുത്തെ ഓളിയം മാത്രം ഒന്ന് കൂട്ടിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇപ്പോൾ ക്ലിയർ ആണോ? വരുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. അല്ല നോക്ക്, വാചകം പറയുമ്പോൾ നോക്കിക്കും. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാമല്ലോ. ഓക്കെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തികം. ഞാൻ അമേരിക്ക പോകുന്നതിന് 2-3 ദിവസം മുമ്പ്
ഈ സീലിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ടീം എന്നോട് പറഞ്ഞു, സീലിംഗ് നടന്നുകൊണ്ടിരിക്കുക, എല്ലാ ആഴ്ചയിലും പൈസ പേ ചെയ്യണം, ലക്ഷക്കണക്കിന് രൂപ വേണം. എന്നോട് പറഞ്ഞു, പക്ഷേ പോകുന്നത് കൊള്ളാം, ശനിയാഴ്ച കണക്ക് തീർക്കാനുള്ള കാശ് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. പ്രൈസ് ഗോഡ്. 1 രൂപ 2 രൂപ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, അക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരും വറി ചെയ്യണ്ട, ഞാൻ വറി ചെയ്തോളാം എന്നല്ല, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് കാശില്ലെങ്കിൽ കഞ്ഞിക്ക് പകരം, അല്ല ചോറിന് പകരം കഞ്ഞിയാക്കാം, ചിക്കന് പകരം ചമ്മന്തിയാക്കാം. ഇവിടെ കാശില്ലെങ്കിൽ ഇത് പകുതിയായി കിടന്നാൽ എനിക്ക് നാണക്കേട് വരും. ആരും ചോദിക്കത്തില്ല, എല്ലാവരുടെ കൈയും എൻ്റെ നേരെ തിരിയും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത്രയും നാളത്തെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഈ പണി തീരുന്നതിന് മുൻപ് നമ്മൾ ഫിക്സ് ചെയ്തു, നാളെ ഇവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇപ്പം തിരിയുന്നുണ്ടോ? ഉണ്ട്. ഷാജൻ എന്നെ തിരിയുന്നുണ്ടോ? ഷാജൻ അവർ തിരിയുന്നുണ്ടെന്ന് പറയുന്നു. അവർ എന്തോ എന്നാൽ കുറച്ച് നേരം ഇങ്ങോട്ടിരിക്കുക പ്ലീസ്. അല്ല, ഞാൻ തമാശ പറയല്ല, ഞങ്ങളുടെ അവിടെ തിരിയുന്നുണ്ടോ? ഓക്കെ, എനിക്ക് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇപ്പം ഇതിൽ കൂടുതൽ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഓക്കെ, അപ്പം നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ലജ്ജിപ്പിക്കാതെ നടത്തുന്ന ദൈവമായതുകൊണ്ട് നമ്മൾ നാളെ തൊട്ടിവിടെ ഉപവാസ പ്രാർത്ഥന നടത്തുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. പിന്നെയും ഒത്തിരി തടസ്സങ്ങൾ വന്നു. ഇന്നലെ രാത്രി കൽപ്പറ്റയിൽ നിന്ന് വണ്ടി ഓടിച്ച് 12 മണിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴും സഹോദരങ്ങൾ പോയിട്ടില്ല. ഇവിടുത്തെ ഇത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കണ്ടതനുസരിച്ച് പണി തീർന്നാലും ഇതിൻ്റെ ക്ലീനിങ് തീരത്തില്ല. പണി തീർന്നാലും ക്ലീനിങ് തീരത്തില്ല. ഇതിനകത്ത് കാല് കുത്താൻ പറ്റുകയില്ലായിരുന്നു, പൊടിയും ഇതും കിടന്നിട്ട്. എന്നാൽ ഇന്നലെ പമ്പ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ഒടുവിൽ എന്നിട്ടും പോകാഞ്ഞിട്ട് ഡീസലിട്ട് ക്ലീൻ ചെയ്തപ്പോൾ ഏതാണ്ട് ക്ലീനായി, മുഴുവനായിട്ടില്ല. എന്നിട്ടും അതായി തെന്നുന്ന ചിലരുടെ കാല്. ഇനി ഒന്നുകൂടെ ഇത് ക്ലീൻ ചെയ്തതിന് മാത്രമേ പൂർണ്ണമാകുള്ളൂ. പക്ഷേ ഇന്ന് ഇവണ്ണം ഇത് ഒരുക്കിയ ആ ദൈവമക്കളെ ഓർത്ത് നമുക്കൊരു സ്തോത്രം ചെയ്യാം. ദൈവമാണ് അവർക്ക് പ്രതിഫലം കൊടുക്കാനുള്ളത്. നമ്മൾ ആരും ഒന്നും കൊടുക്കത്തില്ല, നമ്മൾ ആരും ഒന്നും അപ്രീഷിയേറ്റ് പോലും ചെയ്യത്തില്ല, നമ്മൾ പറ്റിയ കുറ്റം പറയത്തേ ഉള്ളൂ. പക്ഷെ ദൈവം പ്രതിഫലം കൊടുക്കും. അമർത്തി കുലുക്കി നല്ലൊരു പ്രതിഫലം കൊടുക്കും. ദൈവത്തിന് വേണ്ടി നിന്നവനെ ദൈവം മാനിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് സാമ്പത്തികമായി വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തല പൊങ്ങാത്ത ചില ആളുകൾ ഇതിനെ തിരുപ്പുണ്ട്, അവർക്ക് വേണ്ടി പറയുക. പ്രൈസ് ഗോഡ്. ഈ കാണുന്നതെല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഏറ്റവും വലിയ ആധാരത്തിൽ ഒന്ന് ആ ഹോളിരിക്കുന്ന ആധാരമാണ്, സ്ഥലമാണ്. ആ ഹോളിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ആധാരം നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി 11 മണി വരെ, പിറ്റേന്ന് ആധാരം നടക്കാൻ പേപ്പർ എഴുതി കഴിഞ്ഞു, ആധാരം രജിസ്റ്റർ ചെയ്താൽ മതി. തലേന്ന് 11 മണി വരെ ഉള്ള പണം നോക്കിയാൽ 2 ലക്ഷം രൂപ കുറവുണ്ട്. ഇന്നത്തെ 2 അല്ല, അന്നത്തെ 2. വെറും 100 ചില്ലാനം വിശ്വാസികളേ ഉള്ളൂ. ഒരു രാത്രി കൊണ്ട് 2 ലക്ഷം ഉണ്ടായെങ്കിൽ നാളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആധാരം നടക്കൂ. രാത്രി 11 മണിക്ക്. അന്ന് പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ല നാളത്തെ ആരാധന, നാളത്തെ ദിവസം 2 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. സഭയെ പറഞ്ഞില്ല. കാരണം എനിക്ക് അറിയാം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അന്ന് രാത്രി ആരാധന കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രാർത്ഥന എവിടെയായിരുന്നു ഞാൻ പറയാം, സുരേഷിൻ്റെ വീട്ടിൽ.
SI ഫ്ലാറ്റിൽ പ്രാർത്ഥന കഴിഞ്ഞ് തേവര ജംഗ്ഷനിൽ വരുന്നതിന് മുമ്പ് കൂടെ വന്നിരുന്ന കമാൻഡർ സോളമൻ എന്നോടൊരു കാര്യം ചോദിച്ചു. പാസ്റ്റർ, നാളെ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരമാണ്, പണം തികഞ്ഞോ? ഞാൻ പറഞ്ഞു, നോ. ദെൻ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഞാൻ പറഞ്ഞു, മുകളിലോട്ട് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപേക്ഷ അയച്ചിട്ടുണ്ടെന്ന്, അത് പാസ്സായി ഇരിപ്പുണ്ടെന്നല്ലേ, അതിനിങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ അപേക്ഷ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. പിന്നെ ഒരു കാര്യം നോക്കിക്കണം, വല്ലവനും അത് തടഞ്ഞു വച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് വിടിവിക്കണം, റിലീസ് ചെയ്യിക്കണം. നിനക്കുള്ള നന്മ പുറപ്പെട്ടിട്ടും അത് തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന് റിലീസ് ചെയ്യിക്കണം. എങ്ങനെ ചെയ്യിക്കണം? വിശ്വാസത്താൽ, 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 ഉപവാസത്താൽ, പ്രാർത്ഥനയാൽ. ഓ, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യിക്കണം. ആമേൻ. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നാളെ മുതൽ ഇവിടെ 21 ദിവസം ഉപവസിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആരൊക്കെ 21 ദിവസം ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാനും ഗ്രേസിയും 21 ദിവസം ഇരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, പ്രായം വിഷയമല്ല. ഇന്ന് ഞങ്ങൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തന്നിരിക്കുന്ന ആരോഗ്യവും തന്നിരിക്കുന്ന അനുഭവവും വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉപവാസം കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ കാര്യവും നമ്മുടെ കാര്യവും എല്ലാം ചെയ്യാൻ കഴിയുള്ള, തീർത്തു തരാൻ കഴിയുള്ള ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവകരം ചലിക്കും. നിനക്ക് വേണ്ടി ചലിക്കും, എനിക്ക് വേണ്ടി ചലിക്കും, നമുക്ക് വേണ്ടി ചലിക്കും. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനത്തെ ചില വിശ്വാസങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഉപവാസം പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉള്ളവർ, ഉപവാസത്തിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്നതോ പാടുന്നതോ ആരാധിക്കുന്നതോ അല്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉപവസിക്കുന്നുണ്ട്. ചിലപ്പോൾ 21 ദിവസം മുഴുവനുമാകാം. ചിലപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 21 ദിവസം ഒരു നേരമാകാം. ചിലപ്പോൾ 21 ദിവസം ഒരു നേരം കഴിച്ചുകൊണ്ടാകാം. അതല്ലെങ്കിൽ 10 ദിവസമാകാം, അല്ലെങ്കിൽ 7 ദിവസമാകാം പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ 3 ദിവസമാകാം. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും മുഴുവൻ. 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 21 മുഴുവൻ ഉപവസിക്കുന്നവരും ഭാഗികമായി ഉപവസിക്കുന്നവരും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഉപവാസത്തിൻ്റെ മോഡ് എങ്ങനെയാണെന്നുള്ളത് എഴുതി ഫോൺ നമ്പറോട് തന്നാൽ ഉപകാരമായിരിക്കും. എന്തിനെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ ഉപവസിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കാൻ, ഞങ്ങളുടെ കൂടെ, എൻ്റെയും ഗ്രേസിയുടെയും കൂടെ സഭയിൽ നിന്ന് ഇന്നാരും 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 ഒക്കെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന യുദ്ധകളത്തിൽ മുൻപിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. വചനം പറയുന്നു, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. ന്യായോധന പുസ്തകം 5-ാം അധ്യായത്തിലാണ്. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. പ്രൈസ് ഗോഡ്. 11:5-11. ഹല്ലേലൂയ. സെബുലൂൻ 5:18. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. ഈ മൈക്കൊന്ന് കൂട്ടണം എന്നുള്ളത് അറിയാൻ പാടില്ല. നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. നഫ്താലി പോർക്കള മേളിൽ തന്നെ. ഇനി രൂബേന്റെ പാളയത്തിൽ എന്തുണ്ടായി? എന്നെ മുള്ളോട്ടെടുത്തേ. 6-8 രൂബേൻ. ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ഏത് വാക്യമാ? 11 മുതൽ. വില്ലാളികളുടെ ഞാണലയോടലകലെ. 11 മുതൽ. ജഡ്ജസ് 5:11 മുതൽ വായിച്ചു. ശരിയാണ്. വില്ലാളികളുടെ ഞാണലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവൻ യഹോവയുടെ നീതികളെ, ഇസ്രായേലിലെ ഭരണനീതികളെ കദിക്കും. 15-ാം വാക്യം. ഇസ്സഹാർ പ്രഭുക്കന്മാർ ദബോരിയോടുകൂടെ ഇസ്സഹാർ എന്ന പോലെ ബാരാക്കും
താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂപേന്റെ നീർച്ചാലുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. എന്നിട്ട് ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. നീർച്ചാലുകൾക്കരികെ നിന്നുകൊണ്ട് ഞാൻ തകർക്കും, ഞാൻ ഇടിക്കും, ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ ആ ഒരു അനുഭവത്തിൽ യുദ്ധക്കളത്തിലേക്ക് നമ്മൾ ഒന്നിച്ചിറങ്ങി ഈ വർഷത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ ഈ അവസാനത്തെ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു പിടിച്ചു വച്ചതിനെ, എൻ്റെ ജീവിതത്തിൽ പിടിച്ചു വച്ചതിനെ, നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു വച്ചതിനെ നമ്മൾ കൈവശമാക്കുക തന്നെ ചെയ്യും. ബലവാനെ ഞങ്ങൾ പിടിച്ചു കെട്ടും. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ ചില വിഷയങ്ങൾ ശത്രു തടഞ്ഞു വച്ചിട്ടുണ്ട്, പിടിച്ചു വച്ചിട്ടുണ്ട്, അടച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളുള്ളവർക്ക് ഒന്ന് കരമുയർത്താം. എൻ്റെ ചില വിഷയങ്ങൾ ശത്രു ദൈവത്തിൽ ലഭിക്കുന്ന ചില മറുപടികൾ ശത്രു തടഞ്ഞിരിക്കുന്നു, പിടിച്ചു വച്ചിരിക്കുന്നു, അടച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രം ഒന്ന് കരമുയർത്താം. ഓക്കെ, ആമേൻ. ഇതിൽ ഒന്നിലധികം വിഷയമുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. 3 വിഷയമുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. ഓക്കെ, എല്ലാവരും താത്തിട്ടെ. 10 വിഷയമുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. മിനിമം ഒരു 10. 8, 7, 6, 5, ഓക്കെ, 4, 3. ഓക്കെ, ഇപ്പം 5-ൽ താഴെയുള്ള വിഷയങ്ങളുള്ളവരെ ഇതിനകത്ത് ഇരിപ്പുള്ളൂ. നിങ്ങളുടെ ആ 5 വിഷയവും അല്ലെങ്കിൽ 4 വിഷയം അല്ലെങ്കിൽ 3 വിഷയം നിങ്ങൾ ഒരു കടലാസിൽ എഴുതി ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ ഞാൻ ഈ വിഷയങ്ങൾ വയ്ക്കുകയാണ് എന്ന് എഴുതി ഒരു കവറിൽ ഇട്ട് സീല് ചെയ്ത് ഒട്ടിച്ച് നിങ്ങളുടെ പേര്, ഹൗസ് ചർച്ച്, ഫോൺ നമ്പർ, വ്യക്തിപരമായി, കുടുംബത്തിൻ്റെ അല്ല, വ്യക്തിപരമായി പേര്, ഹൗസ് ചർച്ച്, ഫോൺ നമ്പർ ഇത്രയും എഴുതി എൻ്റെ കയ്യിൽ തന്നാൽ അത് നമ്മളെല്ലാം കൂടെ ഒരു ബണ്ടിലാക്കി കെട്ടി ഇവിടെ വച്ച് പ്രാർത്ഥിച്ച് ഓരോ വിഷയവും നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുകയാണ്. ഇനി ശത്രു ഇതും പിടിച്ചോണ്ടിരിക്കാൻ പാടില്ല. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിവുള്ള ദൈവകൃപ വ്യാപരിക്കണം. ആമേൻ. എന്നാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഒരു പ്രാവശ്യം ഞാനിത് ചെയ്തു. അന്ന് പ്രാർത്ഥന ഉപവാസം കഴിഞ്ഞ ശേഷം ഈ കവറിൽ എഴുതിയ വല്ല കാര്യവും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നും ഉണ്ടായില്ല. എഴുതിയത് മുഴുവൻ തന്നു. എൻ്റെ ദൈവം നീ എഴുതി വയ്ക്ക്, തരാൻ കഴിവുള്ള ദൈവമാണ്. അവൻ്റെ മുമ്പിൽ വിടുതലിന് കുറവില്ല, ക്ഷാമമില്ല. അവന് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ അവന് കഴിവുണ്ട്. ഇന്ത്യയിലെ 129 കോടി ജനത്തിൻ്റെയും തീർന്നില്ല, 5 വൻകരകളിലുള്ള ആയിരക്കണക്കിന് കോടി ജനത്തിൻ്റെയും വിഷയങ്ങൾ എൻ്റെ യേശുവിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അന്ന് രാത്രി സോളമൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ തികയാത്ത പണം എൻ്റെ കയ്യിലുണ്ട്, തരാൻ പോവുക. തന്നു. അന്ന് തലേന്ന് താൻ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനെടുത്ത ലോൺ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, പ്രൈസ് ഗോഡ് ഇപ്പം വേണ്ട, പിന്നെ മതി. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് അമേരിക്കയിലുള്ള തൻ്റെ സിസ്റ്റർ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാശും അവർക്ക് വേണ്ടിയുള്ള കാശും അടച്ചു കഴിഞ്ഞെന്ന് കടലാസ് വന്നു. ഈ പണം ബാക്കിയിരിക്കുക. ഇദ്ദേഹം അടയ്ക്കേണ്ട കാശ് സിസ്റ്റർ അടച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് ആശയം തോന്നി, എൻ്റെ പണം കർത്താവ് അത് അടയ്ക്കാതെ സാധിപ്പിച്ചെങ്കിൽ സഭയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് സഭയ്ക്കിരിക്കട്ടെ. പിറ്റേന്ന് ആധാരം ജയോത്സവമായി നടന്നു. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ഓരോ ആധാരം നടക്കുമ്പോഴും 2 ലക്ഷം 3 ലക്ഷമൊക്കെ കുറവ്.
ഒരു ആധാരം സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, പറവൂർ പോയി സുരേഷാണ് നടത്തിയത്. പോകാൻ നേരത്ത് 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ആധാരം നടക്കാതെ വന്നില്ല. അന്ന് ആധാരം നടന്നു. കുട്ടിക്കാനം രജിസ്റ്റർ ചെയ്യുമ്പോൾ 4.25 ലക്ഷത്തിൻ്റെ കുറവ്. ആധാരം നടക്കാതെ വണ്ടിയില്ല. അന്ന് ആധാരം നടത്തുന്ന ദിവസമാണ്. ആധാരം നടന്നു. ജയിക്കൊടിച്ചാൻ്റെ അടുത്ത് പിറ്റേ ദിവസം ആ കാശ് മേടിക്കാൻ ഞാൻ ചെന്നിട്ടില്ല. എനിക്കറിയാം ഒരു കാര്യം, ജയോത്സവമായി എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ നടത്തും. നടത്താൻ കഴിയും. ദൈവത്തിന് നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു നല്ല സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? യെസ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവമുണ്ട്. നിന്റെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആവശ്യത്തിലിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ആരാ? നിങ്ങളെക്കാൾ. നിങ്ങൾക്കൊരാവശ്യം വരുന്നുണ്ടെന്ന് നിങ്ങളെക്കാൾ മനസ്സിലാക്കുന്നത് ആരാ? ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഇനി എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. സഭയുടെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. ജിജു എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന സമയത്ത് ഒരു തിങ്കളാഴ്ച, ഒരു ഞായറാഴ്ച ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തിങ്കളാഴ്ച അവന് ഞാൻ ഫീസ് കൊടുത്ത് വിടണം. 55,000 രൂപ ടേം ഫീസ് കൊടുത്ത് വിടണം. ജോലിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ അടുത്ത് കാശുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ജോലി വിട്ട ശേഷമാണ് ജിബി മാസ്റ്റേഴ്സ് എടുത്തത്, ഡോക്ടറേറ്റ് എടുത്തത്. ജിജു ഡിഗ്രി എടുത്തത്, മാസ്റ്റേഴ്സ് എടുത്തത്. ഞാൻ ജോലി വിട്ട ശേഷമാണ്. കാശില്ല കൊടുക്കാൻ. വീട്ടിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ 5,000 രൂപയുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് അറിയുമ്പോൾ, തലേദിവസം കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഗേറ്റിൽ ലെറ്റർ ബോക്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും 5,000 രൂപയുടെ ഒരു പൊതി ഒരു കവർ കിടക്കുന്നു. 5,000-ൻ്റെ നോട്ട്, 500-ൻ്റെ നോട്ട്. ഞാൻ പറഞ്ഞു, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പേരില്ലാത്തൊരു കവറ്, 5,000 രൂപ. ആ 5,000 രൂപേൻ്റെ പേഴ്സിലിട്ടുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാനിവിടെ ആരാധനയ്ക്ക് വന്നു. നാളെ ജിജുവിനെ അയക്കണം. ഒരു മനുഷ്യനോട് പറഞ്ഞില്ല, ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരാൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ പേര് പറയാം, വടുതല ജെയ്സൺ, എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ സോപ്പ് പെട്ടി പോലത്തെ ഒരു കവറ് ആ ടീപ്പോയിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ജെയ്സനെ തിരിച്ച് വിളിച്ചു. ജെയ്സ, ഒരു പൊതി മറന്നുപോയി. ജെയ്സൺ പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, തമാശയ്ക്ക് ഇതെന്നെ ഒരു ബോംബോ വല്ലതാണ്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ജെയ്സനെ തിരിച്ച് വിളിച്ചു. ജെയ്സൺ പറഞ്ഞു, ഇച്ചിരി പൈസ എന്ന് പറഞ്ഞു. അന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ബന്ധുവിനോടും ജെയ്സനോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, അവരുടെ പ്രസ്സിലേക്ക് മെഷീൻ മേടിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്തിരുന്ന 50,000 രൂപ, മെഷീൻ 6 മാസം കൂടെ താമസമുള്ളത് കൊണ്ട് ഈ പണം തിരിച്ചിടണ്ട, ഇത് വാഷർ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ വണ്ടി എടുത്ത് ജെയ്സൺ വീട്ടിൽ വന്ന് വെച്ചു. എത്രയെന്ന് ഞാൻ ജെയ്സനോട് ചോദിച്ചു, എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചു. ജെയ്സൺ പറഞ്ഞു, 50,000. പോക്കറ്റിൽ 5,000, ഇത് 50,000, രണ്ടും കൂടെ കൂട്ടിയാൽ ജീവിച്ചു പോകാനുള്ള കാശ്. തരുമ്പോൾ കൃത്യമായിട്ട് തരും, കൃത്യമായിട്ട് തരും. ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ വീട്ടിലെത്തിക്കും. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പലർക്കും പറ്റുന്ന തെറ്റ്, ഇങ്ങനെ കിട്ടുന്നത് മേടിച്ച് കൂട്ടുകയല്ലാതെ തിരിച്ചു കൊടുക്കുന്ന കാര്യം ചിന്തിക്കത്തേയില്ല. ഞാൻ ജെയ്സനോട് പറഞ്ഞു, ജെയ്സ, ഞാനിത് മേടിക്കാം, ഇപ്പോൾ എനിക്ക് കഷ്ടമാണ്, പക്ഷെ ഞാനിത് തിരിച്ച് തരുമ്പോൾ മേടിച്ചോണം. അതെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ജെയ്സൺ പോയി. ഇസ്രായേലിലേക്ക് ഇവിടെ നിന്ന് ടൂർ പോയ സമയത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബിന്ദുവിനോടും ജെയ്സനോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ 50,000 നേരത്തെ തന്നിട്ടുണ്ട്, ഈ പ്രാവശ്യം അത് കുറച്ച് തന്നാൽ മതി. പ്രൈസ് ഗോഡ്. കണക്ക് സെറ്റിൽ ചെയ്തു. ദൈവം ആർക്കും കടക്കാരനല്ലെങ്കിൽ ദൈവ മക്കളും ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും? അവനാർക്കും കടക്കാരനല്ല, ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല,
അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനൊപ്പം ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ ആരാധിച്ചുകൊണ്ട് പാട്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന ലോകനാഥന മശിഹ. അത്ഭുത മന്ത്രിയാം ദൈവം, വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിന്റെ ദൈവം വീരനായ ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, ആധിപത്യം അവന്റെ തോളിലാണ്, സകല ബാങ്കിന്റെയും ചെയർമാൻ യേശുവാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ദൈവമക്കളെ, ഈ ഇരിക്കുന്ന AC മേടിക്കാനുള്ള ചെക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ജയിക്കുപിടിയാണ് ചോദിച്ചില്ല ക്യാഷ് ബാലൻസ് എത്രയുണ്ടെന്ന്. കാശില്ലായിരുന്നു, പക്ഷേ ചെക്ക് മടങ്ങിയില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ സീലിംഗ് തുടങ്ങുന്ന സമയത്ത് ചോദിച്ചില്ല ബാലൻസ് എത്രയുണ്ടെന്ന്, പക്ഷെ പണി മുടങ്ങിയില്ല. എൻ്റെ ദൈവം ജയോത്സവമായി എന്നെ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ പറയുന്നത് ഫെയ്ത്ത് സിറ്റിയിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മതി മര്യാദക്ക് വിശ്വാസത്തോടെ ജീവിക്കാൻ. വേറെ ഒന്നും നോക്കണ്ട. പക്ഷെ എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ശത്രു തടഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് തടഞ്ഞെന്ന് മനസ്സിലാക്കിയെങ്കിൽ ആ പരിഹരിക്കാവുന്ന വിഷയം പരിഹരിച്ചോണം. ദൈവത്തിനൊരു ഗുണമുണ്ട്, ഒരു കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയാം. നിന്നെ ദൈവം സഹായിച്ചാൽ നീ എന്താകുമെന്നും കൂടെ ദൈവത്തിനറിയാം.
നാളെ ദൈവം നിന്നെ സഹായിച്ചാൽ നീ എവിടെ പോയി നിൽക്കുമെന്നറിയാം, നീ എത്ര കുമ്പത്തോട്ട് കയറുമെന്നറിയാം. എന്നാൽ നിന്നെ എത്ര സഹായിച്ചാലും ഞാൻ അറിയുന്ന ദൈവത്തെ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ഈ ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തെ വിശുദ്ധിയോടെ വേർപാടോടെ സത്യത്തോടെ ഞാൻ ആരാധിക്കുമെന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിൽക്കുന്നവനെ കുറിച്ചും ദൈവത്തിനറിയാം. എന്തെല്ലാം കഷ്ടം വന്നാലും ഇവൻ പിന്മാറത്തില്ല, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും പിന്മാറത്തില്ല. ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ ജീവനോടെ നിൽക്കും, ചത്തു വീഴുന്നവരെ നിൽക്കും. അങ്ങനെ തീരുമാനിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നിന്നെ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരെയും സഹായിക്കാനല്ല, നിന്റെ കുടുംബത്തെ സഹായിക്കാൻ, നിന്നെ സഹായിക്കാൻ ദൈവം മതിയായവൻ. ഇന്നത്തെ കൊണ്ട് പ്രശ്നം തീർക്കും ദൈവം ചിലപ്പം. In the name of Jesus, in the name of Jesus, in the name of Jesus. അങ്ങനെ വരുമ്പോഴാണ് ഒരു വരി പാടുന്നത്. ചിലരൊന്നും പാട്ട് പാടണ്ട കേട്ടോ. എന്തുവാ? എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. പാടല്ലേ? നിനക്ക് വേണ്ടി തുറന്നിട്ടുമില്ല, തുറക്കുമില്ല. മനസ്സിലായോ? പാടിയ വിശ്വസിച്ചോട്ട് പാടണം. പാട്ട് തീരുന്നതിന് മുമ്പ് കേൾക്കാം വിജാഗിരി അനങ്ങുന്ന ഒച്ച. ഹല്ലേലൂയ. ഈ വിജാഗിരി അനങ്ങുന്ന ഒച്ച കേൾക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കുറേ നാൾ അടഞ്ഞു കിടക്കുമ്പോഴാണ്. കുറേ നാൾ വാതിൽ അടഞ്ഞിട്ട് നോക്കി, തുറന്നു കഴിയുമ്പോഴത്തേക്കും തുറക്കുന്നതിന് ആദ്യം മടി കാണിക്കും, പിന്നെ അമർത്തി തുറക്കുമ്പോൾ കിറുകിറുന്ന് വാതിൽ തുറക്കുന്നത്. ഞാൻ പറയുന്നത് ശരിക്ക് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ആരാധിച്ചാൽ മതി. വിജാഗിരികൾ കിറുകിരാന്ന് അനങ്ങുന്ന ഒച്ച കേൾക്കാം. വിശ്വാസത്താൽ, 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 വിശ്വാസത്താൽ. പ്രൈസ് ഗോഡ്. എങ്ങനെ ഓടണം എന്നറിയാമോ? വിശ്വാസത്താൽ ഓടുന്നവൻ ഏലിയാവ് ഓടിയ പോലെ ഓടണം. ഏലിയാവ് ഓടിയത് എങ്ങനെയാണെന്നറിയാമോ? മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് അരമുറുക്കി രഥം പൂട്ടി പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആഹാബ് 6 കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറി പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഏലിയാവ് അവൻ്റെ വടിയും എടുത്തു, അവൻ്റെ ചെരുപ്പും എടുത്തു, അരയും കെട്ടിക്കൊണ്ട് ഒരു ഓട്ടം തുടങ്ങി. ആ ഓട്ടം ഓടിയത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കണം. ഏലിയാവ് മിക്കവാറും ആഹാബ് പുറപ്പെട്ട ശേഷമായിരിക്കും ഓടിയത്. പക്ഷേ ഏലിയാവ് ഓടിയത് എങ്ങനെയാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. രഥത്തിൻ്റെ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ആരും മിണ്ടുന്നില്ല കേട്ടോ. വായിച്ചേ 43 വായിക്കേ, എന്നിട്ട് പറ. യെശയ്യാ പ്രവചനം, സോറി, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 18-ാം അധ്യായം 1 രാജാക്കന്മാർ 18, ഇടതുവശത്ത് ആദ്യത്തെ കോളം. ഇവിടുന്ന് ഓടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ അവസാനം 48-ാം വാക്യം, അവസാനത്തെ വാക്യം 46. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ആഹാബിനോട് രഥം പൂട്ടി പുറപ്പെടാൻ പറഞ്ഞിട്ട് പുള്ളി പ്രാർത്ഥനയായിരുന്നു, ഉപവാസമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റു. ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ഈ ഉപവാസം കഴിയുമ്പോൾ യേശുവിന്റെ കരം നിന്റെ മേൽ വരട്ടെ, നിന്റെ മേൽ വരട്ടെ, നിന്റെ തലമുറയുടെ മേൽ വരട്ടെ, നിന്റെ കുടുംബത്തിന്റെ മേൽ വരട്ടെ. ആമേൻ. എന്നിട്ട് ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടി എന്ന് പറഞ്ഞാല് ആഹാബ് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവശക്തി ഇങ്ങോട്ട് പ്രാപിച്ചിട്ട് പിന്നെ ഏലിയാവ് ഓടിയ ഓട്ടം കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ ആഹാബിന്റെ രഥത്തിനെ ഓവർടേക്ക് ചെയ്യുക. നീ ചിലതിനെ ഓവർടേക്ക് ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുമ്പേ ഓടിയ ചിലതിനെ നീ ഓവർടേക്ക് ചെയ്യും. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട്
മുമ്പേ ഓടിയ ചിലതിനെ നീ ദൈവകൃപയാൽ ഓവർടേക്ക് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ I command in the name of Jesus. അഴിയട്ടെ, 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 കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. മുന്നോട്ട് 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 പോകുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ Praise God. Oh, praise God. ഇവിടെ ഇരിക്കുന്ന ചിലര് ഇതുപോലെ തന്നെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന, അന്ന് വരെ പേടിപ്പിച്ചിരുന്ന ആഹാബ്, ഭയപ്പെട്ടിരുന്ന ആഹാബ്, നിന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ ആഹാബ്, നിന്നെ ശത്രു എന്ന് വിളിച്ച ആഹാബ്, അവൻ മുമ്പേ നിനക്ക് മുമ്പേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ചിലര് അവനെ ഓവർടേക്ക് ചെയ്യാൻ പോകുകയാണ്. യെസ്, ദൈവത്തിലെ നീയും 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 ഹല്ലേലൂയ. അഴിയട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. ആമേൻ. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആഹാബ് ഏലിയാവിനെ ഓവർടേക്ക് ചെയ്യുന്ന പോകുമ്പോൾ ഒരു ടാറ്റായും കൊടുത്ത് ഓടുന്നേ. പ്രൈസ് ഗോഡ്. അങ്ങനെ ശത്രുവിനെ ടാറ്റ കൊടുത്ത് ഓടാൻ എത്ര പേർക്ക് കഴിയുമെന്ന് വിശ്വാസത്താൽ പറ. യെസ്, ശത്രുവേ, നിന്നോട് ഞാൻ ടാറ്റ പറയുകയാണ്, നിന്നോട് ഞാൻ ടാറ്റ പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ഓടുകയാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരാ മുമ്പിൽ പോയത്? ആഹാബ്. ഞാനവിടെ, ഞാൻ പുറകില്. പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രൈസ് ഗോഡ്. പുറകോട്ട് തിരിഞ്ഞിട്ട് ഒരു ടാറ്റായും കൊടുത്ത് അവൻ്റെ ഫ്രണ്ടിൽ കയറി ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോകാൻ പോവുകയാണ്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആമേൻ. പണ്ട് ഞങ്ങളുടെ പിള്ളേർ ചെറുതായിരുന്നപ്പോഴേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ കാറിന് പോകുമ്പോൾ ആദ്യം സ്കൂട്ടറല്ല, പിന്നെ ബൈക്കല്ല, പിന്നെ കാറല്ല. അപ്പോൾ ഈ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ പോകുന്ന സമയത്ത് ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, കാറിൽ പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പിള്ളേർ കൊച്ചുങ്ങളാണ്. അന്നേരം ഒരു കാര്യം പറയും, ഡാഡി ഓവർടേക്ക് ചെയ്യണം. ഈ പിള്ളേർക്ക് ഇത് ഓവർടേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓവർടേക്ക് ചെയ്യണം എന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറേയൊക്കെ ഞാൻ കേട്ടു. പിന്നെ ഞാൻ പിള്ളേർ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അങ്ങ് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങ് ഓവർടേക്ക് ചെയ്യും. ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ അപ്പുറത്ത് കിടക്കുമ്പം അതുവരെ മുമ്പേ പോയ ആ വണ്ടിയുടെ ഡ്രൈവറെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ പിള്ളേർ ടാറ്റ കൊടുക്കും. എന്തൊരു സന്തോഷം അല്ലേ? അതുപോലെ ടാറ്റ കൊടുക്കും എന്ന് ഒരു ചെറിയ തോന്നൽ എത്ര പേർക്കുണ്ട്? ഒരു ചെറിയ തോന്നൽ. ഞാനൊരു ടാറ്റ കൊടുത്ത് പോകും. വൈസ് ഇതപര ഹജര ജപനക രഗത ക്ഷന്തർ കൗഡേ സത്ത രഗതക ജഗനക രഗതൻ സൽക്കര ബൗഡ. ആമേൻ. ചിലപ്പോൾ പിള്ളേർ ഭയങ്കര ടാറ്റ കൊടുത്തോളൂ. അതെപ്പോഴാണെന്നറിയാമോ? കുറേ നേരമായിട്ട് നമ്മൾ സൈഡ് ചോദിച്ചിട്ട് സൈഡ് തരാതെ ഉടക്കിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വണ്ടികളുണ്ട്. പക്ഷേ ഒട്ടുക്കം വന്നപ്പം ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ കൊടുക്കുന്ന ടാറ്റയുടെ ശക്തി എന്നാണെന്നറിയാമോ? കണ്ടോടാ ഞങ്ങൾ ജയിച്ചടാ എന്നാ. യെസ്, നിന്റെ മുമ്പിൽ വഴിമുടക്കി നിന്ന, മുന്നോട്ട് വിടാതെ നിന്ന ദുഷ്ട ശക്തികൾ, ഇന്നലെ വരെ നിന്ന ശക്തികൾ. ആമേൻ, 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 ആമേൻ. ഇനി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ടാറ്റ അങ്ങനൊരു ടാറ്റ പറയാൻ താല്പര്യമുണ്ട്? കൈ ഉയർത്തിയൊരു സ്വത്രം പറഞ്ഞ്. എല്ലാവരും കൈ പൊക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴെ തന്നെ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാം. ആര് ഈ പൊക്കിയവനെല്ലാം ടാറ്റ പറയാൻ പറ്റത്തില്ല. പൊക്കിയവർക്കെല്ലാം ടാറ്റ പറയാം, പക്ഷേ
പൊക്കിയവനെല്ലാം ടാറ്റ പറയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം ആര് ടാറ്റ പറയണമെന്ന് അറിയണമെങ്കിൽ 41 വാക്യം, 42 വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞു, മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട് മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏലിയാവ് ആഹാബിനോട് രഥം പൂട്ടി പുറപ്പെട്ടോ, കൈപ്പത്തി പോലൊരു മേഘമുണ്ടെന്ന് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. ഏലിയാവ് എന്ത് ചെയ്തു? മുഴങ്കാലിന്മേൽ നിന്നു. അപ്പൊ ആര് ടാറ്റ കൊടുക്കും? മുഴങ്കാലിന്മേൽ നിൽക്കുന്ന ഏലിയാവ് ടാറ്റ കൊടുക്കും. കിടന്ന് ഉറങ്ങുന്ന ഏലിയാവ് അവിടെ കിടന്ന് ഉറങ്ങും. മുഴങ്കാലിന്മേൽ നിൽക്കുന്ന ഏലിയാവ് ടാറ്റ കൊടുക്കും. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവൻ മുഴങ്കാലിൽ നിൽക്കുന്ന ഏലിയാവിന് കിട്ടുന്ന ആദ്യത്തെ മറുപടി ഒന്നും ഇല്ല, ഇല്ല, ഒന്നും ഇല്ല. നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, നീ ഉപവസിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, നീ ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല, സ്നാനപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ പിശാച് നിന്നോട് പറയുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ, നീ ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കത്തക്കവണ്ണം, നീ വിട്ടതിനെ തിരിച്ചെടുക്കത്തക്കവണ്ണം നിന്നെ പുറകോട്ട് കൊണ്ടുപോകുവാൻ പിശാച് ചെയ്യുന്ന അടവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്തോണം? ഒരു പ്രാവശ്യം ഇല്ലെന്ന് കേട്ടാലും മുഴങ്കാലിൽ നിന്ന് എഴുന്നേക്കല്ലേ. 2 പ്രാവശ്യം ഇല്ലെന്ന് കേട്ടാലും മുഴങ്കാലിൽ നിന്ന് എഴുന്നേക്കല്ലേ. 3 പ്രാവശ്യം കേട്ടാലും എഴുന്നേൽക്കല്ലേ. 7 പ്രാവശ്യം കേട്ടാലും എഴുന്നേൽക്കല്ലേ. പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യം ഇതാ നിനക്കുള്ള മറുപടിയുടെ ശബ്ദം നിന്റെ ചെവിട്ടിൽ വരത്തക്കവണ്ണം ബാല്യക്കാരൻ അടുത്തു വരുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കാൻ എത്ര പേരുണ്ട്? ആമേൻ. 7-ാം പ്രാവശ്യമോ? 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്തിക്കേ. കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ, ഇങ്ങനെ കൈ പൊക്കുന്ന പോലെ എന്തോ പൊങ്ങുന്നു? ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അടുത്ത അതിനവൻ നീ ചെന്ന ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങി പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഏലിയാവിന് ഈ കാര്യം രാജാവിനോട് അറിയിക്കാൻ ഈ കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം കണ്ടാൽ മതി. നമുക്ക് പലർക്കും സ്വോത്രം പറയണമെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ സ്വോത്രം പറയണമെങ്കിൽ മഴ പെയ്ത് നനഞ്ഞു കുളിഞ്ഞു കഴിയുമ്പോഴാണ് സ്വോത്രം മഴ പെയ്തല്ലോ. എൻ്റെ ദൈവവൈതലെ പെയ്യുന്നതിന് മുമ്പ്, ആകാശം കറുക്കുന്നതിന് മുമ്പ്, ഇരുളുന്നതിന് മുമ്പ് ആമേൻ സ്വോത്രം പറയാനുള്ള കാഴ്ചപ്പാട്. ദൈവമക്കളെ, എൻ്റെ ഇത്രയും നാളത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ പറയാം. മഴ കണ്ടിട്ടല്ല, ഇരുളുന്നത് കണ്ടിട്ടല്ല, കൈപ്പത്തി പോലെ ചെറിയൊരു മേഘം കണ്ടാൽ ആരാധന ആരംഭിക്കണം. എൻ്റെ ജീവിതത്തിൽ അതൊരു നന്മയായിട്ട് ഭാവിച്ചിട്ടുണ്ട്. എന്നെ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും വരുമ്പോഴും ഒരു ചെറിയ മേഘം മതി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നേ? സിയോനിലേക്കല്ലേ? സ്വർഗീയ സിയോനിലേക്കല്ലേ? എങ്ങനെയാ പോകുന്നത്? എങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാട്ടുകാരൻ പറയുന്നത്, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. എങ്ങനെ? വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ.
വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമ. അങ്ങനെ പോകുന്നത് കൊണ്ട് അലകൾ പടകിൽ ആടിച്ചെന്ന അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്. അലകൾ പടകിൽ അടിക്കട്ടെ, കൊടുങ്കാറ്റ് അടിക്കട്ടെ, തിരമാലകൾ അടിക്കട്ടെ, എനിക്കൊരു അല്പം പോലും ഭയമില്ല. കാരണം എന്താണ്? ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണ നിഴലിൽ താഴ്വ എല്ലാം അസ്തമിച്ചെന്ന് തോന്നിയാലും, എല്ലാം തകർന്നെന്ന് തോന്നിയാലും നിനക്ക് അഭയമായ യേശുവുണ്ട്. കരളിഞ്ഞു എൻ കരൾ പിടിച്ചു താങ്ങി നടത്തുമെൻ അന്ത്യം വരെ. കരളിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തിയിടും അന്ത്യം വരെ. കരളിഞ്ഞു എൻ കൈകൾ വിശ്വാസത്തോടെ നടത്തിയിടും അന്ത്യം വരെ. അതുകൊണ്ട് നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കിന്നുണ്ടായിടിലോ. നാനാ പരീക്ഷകൾ വേദനകൾ. വേദനയുണ്ട് ദൈവവേദനേ, പരീക്ഷകളുണ്ട് ദൈവവേദനേ, എന്നാൽ നിനക്ക് പോക്ക് വഴിയുണ്ട്. ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു. ആ വരികൾ വീണ്ടും പാടാം. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥ എല്ലാം മറന്ന് കഷ്ടത മറന്ന് ക്ഷീണം മറന്ന് ഇല്ലായ്മ മറന്ന് വല്ലായ്മ മറന്ന് നിനക്ക് ധ്യാനിക്കാൻ ഒരുവനുണ്ട്. അവനെ ധ്യാനിച്ചുകൊണ്ട് നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു. നിന്റെ ക്ഷീണം മറന്നോടുവാ, നിന്റെ ക്ഷീണം മറന്നോടുവാ. ധ്യാനിക്കാം, യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഉടവലകതുരകനകര. ഓ പ്രൈസ് ഗോഡ്. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണമുണ്ട് ദൈവവേദനേ. നിന്റെ കാലുകൾ ക്ഷീണിച്ചു, നിന്റെ കൈകൾ ക്ഷീണിച്ചു, നിന്റെ ഹൃദയം ക്ഷീണിച്ചു, നിന്റെ മനസ്സ് ക്ഷീണിച്ചു, നിന്റെ കണ്ണുകൾ ക്ഷീണിച്ചു. പക്ഷെ ആ ക്ഷീണം മറന്ന് നിന്റെ കൈകൾക്ക് ഇന്ന് ബലം കുറഞ്ഞു, കാലുകൾക്ക് ബലം കുറഞ്ഞു, അവയവങ്ങളുടെ എല്ലാം ഭർത്താവെ ശക്തി ക്ഷയിച്ചു. കണ്ണിന് ശക്തി ക്ഷയിച്ചു, കാലിന്റെ ശക്തി ക്ഷയിച്ചു, കരത്തിന്റെ ശക്തി ക്ഷയിച്ചു, ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു. എന്നാൽ ആ ക്ഷീണം മറന്നുകൊണ്ട് ഞാൻ ഓടും ഓടും ഓടും, ക്ഷീണമില്ലാതെ ഓടും. എന്റെ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഓടും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥ ഇന്നലെ നീ ക്ഷീണിച്ചില്ലേ? മിനിയാന്ന് നീ ക്ഷീണിച്ചില്ലേ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവണ്ണം ക്ഷീണിച്ചില്ലേ? ഒന്ന് കിടന്നെങ്കിലും ആശിച്ചില്ലേ? വിശപ്പ് കൊണ്ട് തളർന്നില്ലേ? ക്ഷീണം കൊണ്ട് തളർന്നില്ലേ? പ്രയാസങ്ങൾ കൊണ്ട് തളർന്നില്ലേ? മനസ്സിന്റെ ദുഃഖങ്ങൾ കൊണ്ട് തകർന്നില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട്, എന്റെ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് 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 പോകും. ധ്യാനിച്ചു
എൻ്റെ പോകുന്നു ഞാൻ. ഹല്ലേലൂയ. ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ 7 പ്രാവശ്യമാ പറഞ്ഞത് ഇല്ല 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 ഇല്ല. എന്നാൽ 7-ാം പ്രാവശ്യം 8-ാം പ്രാവശ്യം ആദ്യം ഒന്ന് നോക്കി, പിന്നെ 7 പ്രാവശ്യം ഇല്ല എന്ന് കേട്ട സ്ഥാനത്ത് ആമേൻ 8-ാം പ്രാവശ്യം കേൾക്കുന്നു. ആമേൻ ദാ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. മുഴങ്കാലിന്മേൽ നിൽക്കുന്നവര് താഴോട്ട് വീഴല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് നിരാശപ്പെടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. നിനക്ക് എഴുന്നേൽക്കാനുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുന്നു. നീ മുഴങ്കാലിൽ തന്നെ നിൽക്ക, മുഴങ്കാലിൽ തന്നെ ഇരിക്ക. നിന്നെ എഴുന്നേൽപ്പിക്കത്തക്കവണ്ണം ദൈവശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുകയാണ്. എട്ടാം പ്രാവശ്യം, ഇന്നത്തെ 7-ാം പ്രാവശ്യം പറഞ്ഞാൽ ആദ്യ പ്രാവശ്യം പോയി കേട്ടോ, പിന്നെ 7 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 7-ാം പ്രാവശ്യം സെക്കൻഡ് ട്രിപ്പിൽ 7-ാം പ്രാവശ്യം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ ചെറിയ ഒരു മേഘം, ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. അതുവരെ മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഏലിയാവ് ഈ ഒരൊറ്റ ശബ്ദം കേട്ടതോടെ ചാടി എഴുന്നേറ്റു. ചെന്ന് പറയടാ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി പുറപ്പെട്. ഇതങ്ങോട്ട് ബോധിപ്പിച്ച് കഴിഞ്ഞ അടുത്ത വാക്യം, ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. ക്ഷണത്തിൽ നീ മുട്ടേന്ന് എഴുന്നേൽക്കുന്ന ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് കറുക്കത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ മഴത്തുള്ളി ദേഹത്ത് വന്ന് വീണിട്ടല്ല, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നനഞ്ഞ ശേഷമല്ല, ചെറിയൊരു മേഘം കണ്ട നിമിഷം തന്നെ എനിക്ക് വിടുതലായി, എൻ്റെ വിഷയത്തിന് വിടുതലായി. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൽ സന്തോഷിക്കുന്നവരെ കുറിച്ച് പറയുന്നു, യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലം. ഇതുള്ളവനല്ലാതെ ഗുണം കിട്ടത്തില്ല, വിടുതൽ കിട്ടത്തില്ല, ജയം കിട്ടത്തില്ല. യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലമല്ലോ. മനസ്സിലായി? അപ്പം ആരാണ് രഥത്തിന് മുമ്പേ ഓടിയത്? മുഴങ്കാലിൽ നിന്ന ഏലിയാവ്. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 6-ാം വാക്യം നോക്കി, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസ് ഗോഡ്. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇത് പറയാൻ പറ്റുമെന്ന് അറിയാനാണ് ഇത്രയും ഞാൻ കൊണ്ടുവന്നത്. 1/2 മണിക്കൂറിൽ കൂടുതൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്നത്തെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് വരുവീൻ നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയിപ്പിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 46 തോന്നുന്നു, യാക്കോബേ നിന്നെ ഉരുവാക്കിയവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. വാക്യം പെട്ടെന്നെടുത്ത് വായിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, വാക്യം പറഞ്ഞു വായിക്കേ. 43:1 വായിച്ചോ. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനും. ഇംഗ്ലീഷിനകത്ത് ക്രിയേറ്റഡ് ആൻഡ് ഫോംഡ്. പ്രൈസ് ഗോഡ്. മനസ്സിൽ വെക്കണം. 1 സൃഷ്ടി, 2 ഫോംഡ്. ക്രിയേറ്റ് ആൻഡ് ഫോംഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനത്തിലേക്ക് വരാം. 65 വായിച്ച 6-ാം വാക്യം. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഈ ദൈവം ഏതാ? ലോർഡ് അവർ മേക്കർ, നോട്ട് അവർ ക്രിയേറ്റർ. വ്യത്യാസം എന്നറിയാമോ? മേക്കർ, ക്രിയേറ്റർ. ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യനെയും ക്രിയേറ്ററാണ് എൻ്റെ ദൈവം. പക്ഷെ ഇവനെ ഒന്നും ഫോം ചെയ്യാൻ ദൈവത്തിന് പറ്റിയിട്ടില്ല. പക്ഷെ എന്നെയും നിന്നെയും ഫോം ചെയ്യാൻ പറ്റി. ഈസ് അവർ മേക്കർ.
ഹല്ലേലൂയ. ഒരു കണ്ണിനും അലിവില്ലാതെ കിടന്ന സ്ഥാനത്ത് നിന്ന്, നിന്റെ വീട്ടുകാർ തള്ളിയ സ്ഥാനത്ത് നിന്ന്, കൂട്ടുകാർ തള്ളിയ സ്ഥാനത്ത് നിന്ന്, നാട്ടുകാർ തള്ളിയ സ്ഥാനത്ത് നിന്ന്, ഒരു മനുഷ്യൻ നിന്നെ സഹായിക്കാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ പൊക്കിയെടുത്ത് ഇന്നിവിടെ ഇരിക്കുന്ന രൂപത്തിൽ മെനഞ്ഞെടുത്ത ഒരുവനുണ്ട്. അവന്റെ മുമ്പിൽ മുട്ടുകുത്തുക, അവന്റെ മുമ്പിൽ മുട്ടുകുത്തുക, അവന്റെ മുമ്പിൽ മുട്ടുകുത്തുക. ആമേൻ. അപ്പൊ ചിലര് ഈ ദൈവത്തെക്കുറിച്ച് കാണുന്നത് എങ്ങനെ അറിയാമോ? ഒരു കൂട്ടർ കാണുന്നത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ പൊക്കിയെടുത്ത് ഇത്ര മനോഹരമായ രൂപത്തിലാക്കിയ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. വേറെ ചില പറഞ്ഞറിയാമോ? എന്നെ ഈ ഗതികേടിലാക്കിയ ദൈവത്തിൻ്റെ മുമ്പിൽ പല കത്തോലിക്ക പള്ളിയിലും അമ്പലത്തിലും അല്ലെങ്കിൽ മോസ്കിലും ഒക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഒക്കെ നടന്ന ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ശ്രദ്ധിക്കാതെ നടന്നിരുന്ന കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല. എന്ന് ബന്ധിക്കോസിൽ കയറിയോ അന്ന് തുടങ്ങിയതായി വിഷയം എന്നുള്ളത് മുഴുവൻ പോക്കടിയാകുകയല്ലാതെ ഒന്നും ഇങ്ങോട്ട് കൈയോട്ട് കിട്ടിയിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ പറയുന്ന ആളുകളോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു, എൻ്റെ കുടുംബം നശിച്ചു പോകുമായിരുന്നു, എൻ്റെ ശരീരം രോഗം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബം അപകടങ്ങൾ കൊണ്ട് നശിച്ചു പോകുമായിരുന്നു. മരണത്തിന്റെ വക്കിലെത്തിയ സമയത്ത് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ കൂട്ടാളിയെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. എന്നാ അങ്ങനെ ശത്രു തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത് അവൻ്റെ പല്ലിന് ഇരയായി കൊടുക്കാതെ കണി പൊട്ടി വെളിയിൽ വന്നു എന്ന് പറയുന്നത് പോലെ എന്നെ വിടുവിച്ചെടുത്ത ദൈവത്തിൻ്റെ കയ്യിൽ, എന്നെ വിടുവിച്ചെടുത്ത ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ എന്തു ചെയ്യും? കുശവൻ കയ്യിൽ കളിമണ്ണു പോ അനുദിനവും പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഞാൻ കുശവന്റെ കയ്യിൽ ഇരിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് ഇനിയും ഈ കുശവന്റെ കയ്യിൽ തന്നെ ഇരിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ ഷേപ്പ് മാറ്റാൻ പോകുകയാണ്. നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറ്റാൻ പോകുകയാണ്. വിരൂപമായ ഈ ഷേപ്പ്, രോഗം പിടിച്ച ഈ ഷേപ്പ്, ദാരിദ്ര്യം പിടിച്ച ഈ ഷേപ്പ്, നഷ്ടം വന്ന ഈ ഷേപ്പ്, കഷ്ടം വന്ന ഷേപ്പ്, ആരും സ്നേഹിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ച ഈ ഷേപ്പ് മാറ്റാൻ പോകുകയാണ്, മാറ്റാൻ പോകുകയാണ്, മാറ്റാൻ പോകുകയാണ്, മാറ്റാൻ പോകുകയാണ്, മാറ്റാൻ പോകുകയാണ്. ജഗലാ ദഗരാ ദലദല ഹദ്ദൽ. ശക്തിയോടെ ആരാധിക്കുക. ഇളകട്ടെ, അടിസ്ഥാനം ഇളകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യെസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ, അതെ, പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ആരാധിക്കാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഔദക രഗദക ഓ സന്തല വൗഡക ഓ സാദര ജാരക ഓ സമദക രൗദക ഓ സന്തല ഭാരക ഓ സമദക ജഗരക ഓ സാദര ജാരക ഓ സന്തര വൗദക ഓ സാബ രാജ ഓ സൗഡ രഗദ ഓ സന്തല വൗഡെ ഓ സാദ രഗദക ഓ സന്തര ഭാരക ഓ സഗദക ജഗരക ഓ സാബര ഭാരക ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ഷേപ്പ് മാറ്റിയ വിഷയങ്ങൾക്ക് മാറ്റം വരട്ടെ, മാറ്റം വരട്ടെ. ശക്തിയോടെ ആരാധിക്ക്, ശക്തിയോടെ ആരാധിക്ക്, ശക്തിയോടെ ആരാധിക്ക്.
സിംഹാസനത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഇതിൽ കൂടെ പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല. ഇല്ല ഇല്ല. ഞാൻ ഇന്ന് പകൽ ചോദിക്കട്ടെ, ഞാൻ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ പോകുകയാണ്. ഇനി എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അനേക വർഷങ്ങളായി കഴിഞ്ഞ നാളുകളിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്നും ശരിയായിട്ടില്ല. ഇനി ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ആമേൻ. ഞാൻ ഈ കരം ഉയർത്തിയവരുടെ കൂട്ടത്തിൽ കൈ താത്തിയിടല്ലേ, കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ അങ്ങനെ തീരുമാനം. അതായത് ഞാൻ ഇനി എൻ്റെ ദൈവത്തെ ഏൽപ്പിക്കാൻ പോവുക. ഞാൻ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല, ഇനി എൻ്റെ ദൈവത്തെ ഞാൻ ഏൽപ്പിക്കാൻ പോവുക. അങ്ങനെ ചിന്തിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാട്ട്. ഓക്കെ. ഇതിനകത്ത് ഈ ഫേസ് സിറ്റിയിലുള്ളവർ കരമൊന്ന് താഴ്ത്തിട്ടെ. ഫേസ് സിറ്റിക്കാർ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബാക്കി അതിഥികളായി വന്നിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാനൊരു അവസരം ആദ്യം തരാൻ പോവുക. നിങ്ങൾ എഴുന്നേറ്റ് നിന്നട്ടെ, നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഞാൻ എൻ്റെ വിഷയം ഞാൻ ദൈവത്തെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഈ 2015 ഒക്ടോബർ മാസം ഈ 11-ാം തീയതി ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ ദൈവത്തെ ഏൽപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുമ്പോട്ട് വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇവരുടെ വിഷയം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഏൽപ്പിക്കാൻ പോവുക. ഇനി ഇവർക്ക് ലജ്ജിക്കാതെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നാട്ടെ. പ്ലീസ് കം ഫോർവേഡ്. ഇനി ഇവർക്കൊരു തിരിഞ്ഞു നോക്കാൻ ഇടയാകരുത്. ആഹാബിൻ്റെ രഥത്തെ പൂട്ടിയ 6 കുതിരകളെ പൂട്ടിയ ആഹാബിൻ്റെ രഥത്തിന് മുമ്പാകെ ഓടിച്ച ആ ദൈവശക്തിയുടെ വ്യാപാരം. പ്രൈസ് ഗോഡ്. ഉടരപകതുനാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. അവിടെ താഴ്ത്ത് നിന്നാൽ മതി അവിടെ. ഓക്കെ, ഫൈൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ഇന്നത്തെ അതിഥിയല്ല, ഞാനിവിടെ ഗസ്റ്റ് സ്റ്റാറ്റസിൽ തന്നെയാണ്. 2-3 ആഴ്ചയായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ കണ്ട് എന്നെ ഒന്ന് സഹായിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഞാൻ എൻ്റെ വിഷയം ഏൽപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ അവർക്കും എഴുന്നേറ്റ് വരാം. കഴിഞ്ഞ ആഴ്ച വന്നതുകൊണ്ട് ഇന്ന് എഴുന്നേക്കാതിരിക്കേണ്ട. നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യുന്ന ദൈവം ഇന്നായിരിക്കും ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയോ കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നായിരിക്കാം ഒരു പക്ഷേ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കഴിഞ്ഞ 2-3 ആഴ്ചയായി വന്നിട്ട് പിന്നെയും ദൈവത്തെ ഏൽപ്പിക്കാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുമ്പോട്ട് വരാം. ദൈവസന്നിധിയിൽ ആദ്യം നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പെട്ടെന്ന് സമയം പോകുന്നു. പെട്ടെന്ന് ക്വിക്ലി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നാളെ ഉപവാസം തുടങ്ങുന്നതുകൊണ്ട് ഇന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരും വരണ്ട. പ്രാർത്ഥനയില്ല. അതിഥികളായിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നാൽ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ നാളെ തൊട്ട് ഉപവാസമുണ്ട്. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ വന്നാൽ പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വന്നാൽ പ്രാർത്ഥിക്കും. ആരാധന കഴിഞ്ഞാൽ നാളെ ഉപവാസം തുടങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ എല്ലാ ആഴ്ചത്തെയും പോലെ 4 മണി വരെ നിന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രൈസ് ഗോ. ദൈവം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കൊണ്ട് കഴിയാത്ത ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിവുള്ള സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന പ്രാർത്ഥന നിങ്ങൾ ഇപ്പോൾ ഉറക്കെ പറയണം. കർത്താവായിരിക്കുന്ന യേശുവേ, ഉറക്കെ പറ. അവിടുത്തെ പാദപീഠത്തിലേക്ക് ഉറക്കെ പറ. ഞാൻ അടുത്തു വരുന്നു. ഇന്ന് എന്നെ സഹായിക്കണമേ. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ യേശുവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ
നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഞാനിത് വിശ്വസിക്കുന്നു. ഇന്ന് ഈ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ പാപങ്ങൾക്കായി യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. എനിക്ക് വേണ്ടി ഇന്ന് ജീവനുള്ള ദൈവമായി എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ജീവനുള്ള ദൈവമായി അവൻ ജീവിക്കുന്നു. യേശുവേ, കൃപ ചെയ്യണമേ. ദാവീദ് പുത്ര, കരുണ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം എന്നെ വിഷമിപ്പിക്കുന്ന, വെല്ലുവിളിക്കുന്ന സകല വിഷയങ്ങളും നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ഇട്ടു തരുന്നു. സഹായിക്കണമേ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. In the name of Jesus, in the name of Jesus, name of Jesus, in the 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 name of Jesus. ഉടബല ഹദിര ജലബല ഹത്തൽ കൗടെ. ചെറുപ്രായത്തിൽ തന്നെ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ, വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ നിന്റെ കൊച്ചു ഹൃദയത്തിൽ തിങ്ങി നിറയുമ്പോൾ എന്നെ കയ്യിൽ ഏൽപ്പിച്ചു തരിക. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഉടബല ഹദ്ര ജപന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ എവിടെ പോകേണ്ടു, ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് നാളുകളായി ചിന്തിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ വിഷയം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവൻ്റെ കയ്യിലേക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ 2016 അതിൻ്റെ മധ്യഭാഗം വരുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഉയർത്തി 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 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നീ ചിന്തിച്ചതിനേക്കാൾ ഉന്നതമായ നിലവാരം നടത്തുവാൻ ദൈവശക്തി മതിയായത് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടും ആമേൻ ആമേൻ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ ആമേൻ തെക്ക് വടക്ക് അവൻ അലയത്തക്കവണ്ണം ജീവിതത്തിൽ പല കൺഫ്യൂഷൻ ഒന്നിനു പിറകെ ഒന്നായി വന്ന് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവാത്മ വ്യക്തമായി സംസാരിക്കുന്നു, 4 മാസങ്ങൾക്കകം നിന്റെ കൺഫ്യൂഷൻസ് മാറ്റി നിന്റെ കരത്തിൽ നിന്നെ സഹായിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇനി ഈ ചർച്ചയിലുള്ളവർ കരം ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാളെ ഉപവാസ പ്രാർത്ഥനയോടുകൂടി എനിക്കൊരു മാറ്റം വരണം. എൻ്റെ പ്രാർത്ഥനാ രീതിക്കൊരു മാറ്റം വരണം. ദൈവവചനം വായിക്കുന്നതിനൊരു മാറ്റം വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട് ഞാൻ ചില പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അനുഭവങ്ങൾ പങ്കുവയ്ക്കത്തക്കവണ്ണം എനിക്കൊരു മാറ്റം വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഉറക്കെ പറ, കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകല് അടിയനെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന വഴികൾ, വാതിലുകൾ തുറക്കണം, കെട്ടുകൾ പൊട്ടണം, വലിയൊരു മാറ്റം സംഭവിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. In the name of Jesus, 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 in the name of Jesus. Amen. Hallelujah. അതാത് സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണേ, കാല് തെന്നിപ്പോകാൻ ശ്രദ്ധിക്കണം ഓർപ്പിക്കുന്നു. ഇവിടെ തരുന്ന ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.